നമ്മൾ ഈ ഒരു ദോശക്കല്ലിൽ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പേര് ചോദിച്ചതിനെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കല്ല് നല്ല വഴുക്കലോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യാനായിട്ടുള്ളത്, പുതിയൊരു കല്ലാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കല്ല് കൊണ്ട് വന്നിട്ട് നല്ലതുപോലെ കഴുകി കളയുക. അതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഒരാഴ്ച നല്ലെണ്ണയിൽ മുക്കി വെക്കണം, നല്ലെണ്ണയിൽ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് 1-2 മുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ കല്ലിന് നല്ല വഴുക്കൽ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നമ്മൾ വേറുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ചപ്പാത്തിയോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കരുത്. ദോശ ചൂടാൻ മാത്രമേ നമ്മൾ എടുക്കുകയും ചെയ്യാവൂ. പിന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ആദ്യം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തീ ഇങ്ങനെ കൂടി നിൽക്കുമല്ലോ കല്ലിൽ, അപ്പോൾ ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കൈവെള്ളം കുടഞ്ഞതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിന് ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.